Welcome to Bake Shop Creation. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ നോ പറയുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ്. എഗ് ഫ്രീ ആണ്, അതുപോലെ തന്നെ ബ്ലെൻഡർ ഫ്രീ ആണ്, മിക്സി ഫ്രീ ആണ്, അതുപോലെ തന്നെ നമ്മുടെ ഓവൻ ഫ്രീ ആണ്. ഇതൊന്നുമില്ലാത്ത നല്ലൊരു ചോക്ലേറ്റ് വളരെ എളുപ്പത്തിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാൻ സാധിക്കും. അതാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഒരുപാട് ലളിതമായ പ്രൊസീജിയറാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം വേറെ റെസിപ്പി അപ്പോൾ കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു കേക്കിന് മോഡലുള്ള ബേസിലിടുന്ന പാഷ്മം പേപ്പർ സെറ്റ് എന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. വളരെ സിമ്പിളാണ്. ആദ്യമേ നമ്മൾ റൗണ്ട് കട്ട് ചെയ്തെടുക്കുക, അത് കഴിഞ്ഞ് ലോങ് പേപ്പർ കട്ട് ചെയ്തെടുത്ത് അതിന് സൈഡ് കൊണ്ട് സിസർ വെച്ച് കട്ട് ചെയ്ത് അതിനുശേഷം കുറച്ച് ബട്ടറോ ഓയിലോ എന്താണെങ്കിലും ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഇട്ട് സെറ്റ് ചെയ്ത് ആദ്യമേ തന്നെ മാറ്റി വെക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന 1 കപ്പ് വെള്ളവും അതുപോലെ തന്നെ 1 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ 3/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ 5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇതിന് ആഡ് ചെയ്യുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് 1/4 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ ആ മൈദ ഇടുമ്പോഴത്തേന് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കയറ്റുക. അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ബാറ്ററിന് ഒരുപാട് ചൂടില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചൂടുണ്ടെങ്കിൽ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ആകും കേട്ടോ. അങ്ങനെ വരാൻ പാടില്ല. ഇനി നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ച മോൾഡിലോട്ട് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ബേക്കിങ്ങിലോട്ട് പോകാം. ബേക്കിംഗ് ചെയ്യുന്നത് നമ്മൾ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കുന്നതിന് മുമ്പ് 5 മിനിറ്റേലും കുക്കർ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഇത് വെക്കാവുള്ളൂ. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ നമ്മളൊന്ന് ബേക്ക് ചെയ്യുക. അതിനുശേഷം സ്ലോ ഫ്ലെയിം ഇട്ടതിന് ശേഷം ഒരു 35-45 ഇടയ്ക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കിംഗ് അറിയാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ തുറക്കാൻ നിൽക്കേണ്ട, ഒരു കോപ്പറിൻ്റെ കമ്പി എടുത്ത് നമ്മുടെ ഫിസിലിൻ്റെ തുടയെ കൂടെ അകത്തോട്ടിട്ട് നോക്കുമ്പോൾ തന്നെ ക്ലീനായിട്ട് അത് വരുന്നുണ്ടെങ്കിൽ അത് ബേക്കായെന്നാണ് കേട്ടോ അർത്ഥം. ഇനി നമുക്കൊരു പാഷ്മം പേപ്പർ മോൾഡ് ഇട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്ത് വെക്കാം. അതിന് ശേഷം ആ പേപ്പറുകളെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. വേറൊന്നുമല്ല, അന്നേരം പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ കമത്തി വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ഒരു പ്രശ്നവും വരത്തില്ല നമ്മളിങ്ങനെ കമത്തി വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. നല്ല പ്രോപ്പർ ലെവലായിട്ട് തന്നെ ഇങ്ങനെ ഇരുന്ന് കൂളാക്കണം. ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. ഇനി നമ്മുടെ ചോക്ലേറ്റ് കേക്കിനുള്ള ചോക്ലേറ്റ് സോസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന 1 കപ്പ് ഷുഗറും അതുപോലെ തന്നെ 1/2 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂടുതൽ 1 പിഞ്ച് സോൾട്ട് ഇടുക. ഇനി 1 കപ്പ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അത് ചെറുതായിട്ട് തിളച്ച് വന്നതിന് ശേഷം
നമ്മൾ ഈ കൊക്കോ പൗഡറും ഷുഗറും സോൾട്ടും ഇട്ട് ഈ മിക്സറോട് കുറച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഡയറക്റ്റ് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും. അത് ഒഴിവാകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യുക. ആ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത് വെച്ച മിക്സർ, ചോക്ലേറ്റിൻ്റെ മിക്സർ നമ്മൾ കൊക്കോ പൗഡറിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ സൈഡിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സൺഡേ സ്പെഷ്യൽ ഉണ്ടാക്കിയ ചോക്ലേറ്റിൻ്റെ സോസ് എൻ്റെ ഇരിപ്പുണ്ട്. അതാണ് ഈ സൈഡിൽ ഇരിക്കുന്നുണ്ടോ, നല്ല തിക്കാണ്. ഇതുപോലെ തന്നെ വരും ഈ സോസും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് എപ്പോഴാണ് ശരിയാവുമെന്ന് നമുക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു സ്പൂൺ എന്തെങ്കിലും എടുത്ത് വച്ചിട്ട് അത് മുക്കിയിട്ട് പൊക്കിയിട്ട് അതിലൊന്ന് വലിച്ചു നോക്കുക. അപ്പോൾ അത് താഴോട്ട് പെട്ടെന്ന് ഒഴുകി പോകുന്നില്ല എങ്കിൽ അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമ്മൾ സോസ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ കേക്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്രീം വിപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. റിച്ചസിൻ്റെ ക്രീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാധാരണ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ AC ആണെന്ന് പൊതുവേ ആർക്കും അറിയത്തില്ല. അപ്പം റൂം ടെമ്പറേച്ചറിൽ ആണെങ്കിൽ, അതായത് AC ടെമ്പറേച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ വിപ്പ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് എടുത്ത് വെച്ചതിന് ശേഷം ഈ ഗ്ലാസ് ബോൾ മോളിൽ വെച്ച് വിപ്പ് ചെയ്ത് കൈകൊണ്ട് തന്നെ വിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് വിപ്പായി നല്ല സ്റ്റിഫായി കഴിയുമ്പോഴത്തേന് നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ച തണുപ്പിച്ച ചോക്ലേറ്റ് സോസ് ഒരു 1/4 കപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ചോക്ലേറ്റി ഫ്ലേവറാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് ഉപയോഗിച്ച് അപ്പോൾ 1/2 കപ്പ് ചോക്ലേറ്റും ഇതിൻ്റെ അത് മിക്സ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇനി നമ്മൾ എങ്ങനെയാണ് കേക്ക് ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച്, എഗ്ലെസ് ചോക്ലേറ്റ് സ്പോഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഞാനൊരു കുപ്പിക്കകത്താണ് കേട്ടോ ഇതെടുത്തിരിക്കുന്നത്, ചോക്ലേറ്റ്സ് ഒന്നും ഉണ്ടാക്കിയത്. അതാണ് ഞാൻ ഷുഗർ സിറപ്പിന് പകരം കൊടുക്കുന്നത്. നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് നല്ല വെറ്റാണ്, എന്നാലും ഒരു ചെറിയൊരു സപ്പോർട്ടിന് വേണ്ടി നമ്മൾ കുറച്ച് ചോക്ലേറ്റ് സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വിപ്പ് ക്രീം ഇട്ട് ഈക്വലായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലും നമ്മൾ ചോക്ലേറ്റ് സോസാണ് സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ പ്രൊസീജിയർ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്യുന്നവരെ നമ്മൾ ചെയ്യും. അങ്ങനെ 2 ലെയറും ചെയ്യണം കേട്ടോ. ഇനി ആ മിച്ചമുള്ള ആ ക്രീം തന്നെ എല്ലായിടത്തും നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രൊസീജിയറിന് പറയുന്ന ഒരു ക്രം കോട്ടിംഗ് എന്നാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ക്രീം എടുത്ത് മുകളിൽ നമുക്ക് ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ആദ്യമേ മുകൾ ഭാഗം ചെയ്യുക, അതിനുശേഷം സൈഡ് ഭാഗം ചെയ്യുക. അപ്പോൾ സൈഡ് ഭാഗം ചെയ്യുമ്പോഴത്തേന് നമ്മൾ മൊത്തം ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ പുട്ടി ബ്ലേഡ്, നിങ്ങൾ ഒരുപാട് പേർക്ക് നമ്മുടെ പഴയ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, ഞാൻ കൂടുതലും പുട്ടി ബ്ലേഡാണ് സൈഡ് ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സൈഡ് ഫിനിഷ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നത് 4Bയുടെ ഓപ്പൺ സ്റ്റാർ ടിപ്പാണ് ഞാൻ അടിഭാഗം പൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഏത് പൈപ്പിംഗ് ബാഗോ പൈപ്പിംഗ് ടിപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, അതൊന്നും ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ മുകൾ ഭാഗമാണ് ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. നമ്മളുണ്ടാക്കിയ ചോക്ലേറ്റ് സോസ് തന്നെ നമ്മൾ മുകളിൽ ചെറുതായിട്ട് ഒരു കുപ്പിയിലിട്ട് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈക്വലായിട്ട് ഇതായിട്ട് സ്പ്രെഡ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ള സോസ് നമുക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ്, ഞാനിപ്പോൾ കുറച്ച് കിറ്റ്കാറ്റും അതുപോലെ തന്നെ ഡയറി മിൽക്കും അങ്ങനെയുള്ള ചോക്ലേറ്റ്സുകളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. അടിപൊളി നല്ല ടേസ്റ്റുമാണ്, വളരെ
ഹെൽത്തിയർ വേ ആണ് ബേസിക്കലി ഇത് ഈ ഒരു കേക്ക്. എഗ്ഗോ അങ്ങനെയുള്ള ഹൈ കൊളസ്ട്രോൾ സംബന്ധമായ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഫാറ്റൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറയുന്നുള്ളൂ, മുട്ടയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. എന്നാലും ബാക്കി ചോക്ലേറ്റ്സ് എല്ലാം വെച്ച് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ചോക്ലേറ്റ് കേക്ക് റെഡി. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ, സാധാരണ ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു കമൻറ്റ് വഴിയാണ് എനിക്ക് നിങ്ങളുടെ ആ ഫീഡ്ബാക്ക് എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരുടെയും കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം see you next time.